ഇവിടെ എല്ലായിടത്തും കുപ്പിയാണ്. മദ്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റൂല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂർ റൈക്കാബാഗ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ ഫൈസ് ഭായിനോട് ഒരു യാത്ര ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മളിന്നൊരു വെറൈറ്റി ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് പാലി വരെ യാത്രയാണ്. മദ്യം പ്രസാദമൊക്കെ കൊടുക്കുന്നത്. യെസ്, മദ്യം പ്രസാദമായിട്ടൊക്കെ കൊടുക്കുന്ന ബുള്ളറ്റിനെ പ്രതിഷ്ഠ ചെയ്യുന്ന ഒരു ബുള്ളറ്റ് ടെമ്പിളിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. പിന്നെ നമ്മളെ മൂവിയിലും ഉണ്ട്. യെസ്, നമ്മൾ ടൊവിനോ തോമസ് നായകനായിട്ട് അഭിനയിച്ച കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലൊക്കെ ആ മൂവിയുടെ ഓരോ സീക്വൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. TTR നോക്കിയപ്പോ എങ്ങനെയുണ്ട്? എല്ലാ ഭാഷയും സംസാരിച്ചു. കേരളത്തിനെ പറ്റിയൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷേ സംസാരിക്കാറുള്ളൂ, ഹിന്ദി സംസാരിക്കാറില്ല. പിന്നെ പറഞ്ഞത് ഇനി രാജസ്ഥാനിൽ ഏതെങ്കിലും ആൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ ചെയ്ത ഹെൽപ്പ് പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ടിക്കറ്റ് UTSന്റെ ആപ്പിൽ എടുത്തത് വേറെ ടിക്കറ്റ് ആയിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് TTR പൊക്കി. സ്ലീപ്പറിൽ ഇരുന്നായിരുന്നു. നമ്മൾ ടിക്കറ്റ് മാറ്റിയെടുത്തു. UTSന്റെ ആപ്പിൽ നമ്മള് ഓർഡിനറി ടിക്കറ്റ് എടുത്തു. 20 രൂപ എടുത്തിട്ട് 40 രൂപ ടിക്കറ്റ് നമ്മള് 20 രൂപേന്റെ ടിക്കറ്റ് ആക്കിയാണ്ട് UTSന്റെ ആപ്പിൽ എടുത്ത്. TTR ഒന്ന് ചെക്ക് ചെയ്തപ്പോ പൊക്കി. സ്ലീപ്പറിലായിരുന്നു ഞങ്ങൾ ഇരുന്നേണ്ടത്. അവിടുന്ന് 520 രൂപ ഫൈൻ എഴുതി. ഹിന്ദി അറിയാനിട്ടും ഹിന്ദി കേരളത്തിന് മൊത്തത്തിൽ പറയിപ്പിച്ചു. ലാസ്റ്റ് ഇപ്പോൾ ജനറൽ കോച്ചിക്കാരൻ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഓടിച്ച് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നേരെ പാലി പോകണം. ജോധ്പൂരിന് കയറി പാലിയിലെത്തി. ഇത് ജോധ്പൂർ പാലി നാഷണൽ ഹൈവേയിലാണ് വരുന്നത്. ഏത്? നമ്മള് ബുള്ളറ്റ് ടെമ്പിൾ എൻ്റെ ഹൈവേയില്. പക്ഷെ അങ്ങോട്ട് ട്രെയിനില്ല. ഇവിടെ പാലിയിൽ ഇറങ്ങിയിട്ട് വേണം അവിടെ പോവാൻ. ഇവിടുന്ന് 20 കിലോമീറ്റർ. സങ്കീർണമായ യാത്രയായിരുന്നു. അതെ, വീട്ടിൽ പിടിച്ചു. കേരളത്തിന് മൊത്തത്തിൽ ഞങ്ങൾ പറയിപ്പിച്ചു. ഇതൊക്കെ എപ്പോഴും ഉണ്ടാകണം, അതാണ് സീനില്ല. അങ്ങനെ റെയിൽവേ ഇറങ്ങി ഇനി ബസ്സിന് പോകണം. लड़की ने बोतल को बचाया, बोतल नोट को लड़की ने दोनों को मार दिया। मोचू लाल तैयार हो जा। लड़की क्या हुआ भाई? ये लड़की इनाम के लिए घबरा रही है और इस मार्केट के मेरी भाई लोग देने के लिए बस और अपने गली के ताकत से लड़की को बतला दे। लगा लड़की ताकत, लगा हिम्मत और लगा अपने जाने के बाजे लो बाबा का नाम और लड़की अपनी गली की ताकत से सरिया को मोड़ को बतलाओ। भाई मोचू लाल ये सरिया क्यों नहीं मिल रही भाई? എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? ജീവിക്കാൻ വേണ്ടി കുട്ടികളെ എഴുതി കൊടുക്കുന്നതാണ്. നമ്മുടെ രാജസ്ഥാനിൽ മാത്രമേ കാണാൻ പറ്റൂ. അത്രത്തോളം കുട്ടികൾ രാജസ്ഥാനിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ തന്നെ. 150 रुपए के नाम 20 रुपए के नाम दान जरूर करेंगे। लड़की सरिया को लड़की मोड़ोगी तभी नाम मिलेगा. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സ് പോലും ഉണ്ടാവില്ല. 10 ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. ഇവിടെ നിന്ന് നേരെ ജോധ്പൂർ ബസ് കയറാൻ പോവാം. ടാക്സി ഉണ്ട്. ഇതിൽ പോകണോ അതോ ബസ് പോകണം? ഇതും ജോധ്പൂർക്കുള്ള വണ്ടിയാണ്. ഇതും പിന്നെ ബസ്സും ഉണ്ട്. ഇവിടെ നിന്ന് ബുള്ളറ്റ് ബാബ ടെമ്പിളിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ
ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ വരിക, ഇവിടെ നിന്ന് പിന്നെ ജോധ്പൂർ ബസ് കയറുക, നേരെ അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലത്തെ ടാക്സി ഉണ്ട് ജോധ്പൂർ പോകേണ്ട. ഇതിലാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ബാബ ടെമ്പിളിൻ്റെ അങ്ങോട്ട് ചാർജ് വരുന്നത് 30. ബസ്സിൽ ഏകദേശം 20-30 റേഞ്ച് തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ് ഈ മന്ദിർ വരുന്നത്. വിശ്വാസപ്രകാരം ഈ അമ്പലത്തിൽ വരാത്തവർക്ക് അപകടം ഉണ്ടാവുന്ന ഒരുപാട് കെട്ടുകഥകളുണ്ട്. ഇതിലൂടെ യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർ, ഇതിലൂടെ പോകുന്ന ട്രാവലേഴ്സ് ഇവിടെ കയറിയിട്ട് എന്താ പറയുക, പ്രാർത്ഥിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാനുള്ളൂ. എന്തൊക്കെ വിശ്വാസങ്ങളാണ്. അതെ, ഇതെന്തോ ഒരു വരം തൊട്ടാൽ സംഭവങ്ങളാണത്. ഇവിടെ വൈ അവിടെ ബുള്ളറ്റ് അവിടെ മദ്യം കൊടുത്താൽ അത് പൂജിച്ച് തരുന്ന ഒരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട്. ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് ബുള്ളറ്റാണ്. ഒരുപാട് കെട്ടുകഥകളുണ്ട്. 1998 ഈ സംഭവം സംഭവിക്കുന്നത്. അതായത് അപകടം ഇവിടെ ഏതോ ഒരു മരത്തിനാണ്, ഉണ്ടോ അറിയില്ല. നമുക്ക് എന്തായാലും ഇനി മന്ദിറിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ഷൂ ഊരിയിട്ട് വേണം ഉള്ളിൽ പോവാൻ. എന്നിട്ട് ഇത് തിരിച്ചിറങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി കഥകൾ പറഞ്ഞുതരാം. ഉള്ളിൽ പോവാം, ഉള്ളിൽ കയറാം. ആയിക്കോട്ടെ, എക്സിറ്റാ ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം സമയം ഒരു 3 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. അവിടെ എന്തൊക്കെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്. ഇതാണ് ബുള്ളറ്റ് വരുന്നത്. ബുള്ളറ്റിനെ ആരാധിക്കുന്ന, മദ്യം പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് രാജസ്ഥാനിലെ ബുള്ളറ്റ് ബാബ മന്ദിർ. ആദ്യമായി ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത് ടോവിനോ തോമസിന്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന മൂവിയിൽ നിന്നാണ്. ഇവിടുത്തെ കഥ ഇങ്ങനെയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഓം സിംഗ് റാത്തോർ തന്റെ ബുള്ളറ്റുമായി ജോധ്പൂരിലേക്ക് പോവുകയായിരുന്നു. ചോറ്റില ഗ്രാമത്തിലെത്തിയപ്പോൾ ബൈക്ക് മരത്തിലിടിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നീട് പോലീസ് ബുള്ളറ്റ് എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പിറ്റേ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ ആ ബൈക്ക് കിടക്കുന്നു. പോലീസ് വീണ്ടും ബൈക്കെടുത്ത് വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇത്തവണ പെട്രോൾ ഊറ്റി ബൈക്ക് ചെങ്ങലക്കിട്ടു. എന്നാൽ ബൈക്ക് വീണ്ടും അപകട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇത് കണ്ട് ഭയന്ന പോലീസുകാർ ബന്ധുക്കൾക്ക് ബൈക്ക് വിട്ടുകൊടുത്തു. അവരത് ഗുജറാത്തിലുള്ള ഒരാൾക്ക് വിറ്റു. എന്നാൽ 400 കിലോമീറ്റർ അകലെ നിന്ന് അപകടം നടന്ന സ്ഥലത്ത് ബൈക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബുള്ളറ്റ് വാങ്ങിയ അയാളും ആ ബൈക്ക് ഉപേക്ഷിച്ചു. ഉടനെ ഈ നാട്ടുകാർ ഇതിനെ ദൈവമായി കാണുകയും അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു. ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ്. ബുള്ളറ്റ് ബാബക്ക് നിവേദ്യം മദ്യമാണ്. ക്ഷേത്രത്തിന് പൂജാരിയുമുണ്ട്. വണ്ടികളുടെ നിർത്താതെയുള്ള ഹോണടി ഈ ക്ഷേത്രത്തിന്റെ ആചാരമാണ്. എല്ലാ വർഷവും അഷ്ടമി നാളിൽ ബുള്ളറ്റ് തനിയെ സ്റ്റാർട്ട് ചെയ്യുമത്രേ. അല്ലെങ്കിലും ദൈവങ്ങൾക്ക് പഞ്ചമില്ലാത്ത നാടാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ഓരോരുത്തരും വന്നുകാണ്ട് എനിക്ക് ബീറോ അല്ലെങ്കിൽ മദ്യമോ എന്തെങ്കിലും കൊടുക്കും. ഇവിടെ എല്ലാവരുടെ കുപ്പിയാണ്, എല്ലാവരുടെ ഉണ്ട്. ഇതായിരുന്നു അടുത്തത്. നമുക്ക് പ്രസാദം കിട്ടിയിട്ടാവും. ഇത്രയും ദൂര യാത്ര പ്രസാദം കിട്ടിയിട്ടുണ്ട്. അതാ ठीक है. नाम क्या आपको? क्या कहाँ पे? जोधपुर है? पाली में. अच्छा, सब पाली में है ना? अच्छा. തമിഴ് തരുമോ? അച്ഛാ, മലയാളം തരുമോ?
മലയാളം തിരിയില്ല. കേരള വാലായ തമിഴ് തരും. ആ തമിഴല്ല, തമിഴ് തരും. ഇത് വേണോ വെച്ചാ നമ്മളോട് റോയൽ സ്റ്റേ ഇല്ല, ഞങ്ങള് സാപ്പിടൂല. വേറെ ബ്രാൻഡ് സാധനം 50 ലിറ്റർ തന്നെ ഒരു ദിവസം തന്നെ ആരാധിക്കണ്ട. കുപ്പില്ലാത്ത ഒരാളെ കണ്ടാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. കുപ്പില്ലാത്ത ഒരാളെ കണ്ടാൽ എനിക്ക് ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ് തരാം. പുള്ളിക്കാരൻ പൂസായിന്നാ തോന്നുന്നത്. പുള്ളിക്കാരൻ വായൊക്കെ അടിച്ചു ലോക്കാണല്ലോ. പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞതുപോലെ ഓംബന്ന അഥവാ ബുള്ളറ്റ് ബാബ ടെമ്പിളിലാണുള്ളത്. ഇത് എവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജോധ്പൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ പാലി റോഡ് ഹൈവേയിലാണ്. ഇവിടെ എത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ ജോധ്പൂരിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തത് പാലി വരെ വരാം. പാലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇത് ഹൈവേയിലാണ് വരുന്നത്. ഇതിന് ചരിത്രം, ഒരുപാട് ചരിത്രങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് 1998 പുള്ളിക്കാരൻ ഓം സിംഗ് റാത്തോറെ പുള്ളിക്കാരൻ ബുള്ളറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആക്സിഡൻ്റ് ആകുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് പോലീസ് ബുള്ളറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം കൊണ്ടുപോയ സമയത്ത് തന്നെ പിറ്റേന്ന് രാവിലെ ആ ബുള്ളറ്റ് ഈ ആക്സിഡൻ്റായ ഇൻസിഡൻറ്റിൽ ഇവിടെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസുകാർ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ ബുള്ളറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ടാങ്ക് ക്ലിയർ ചെയ്തു, പെട്രോളെ ഒഴിവാക്കിയിട്ട് അവിടെ വെച്ചു. പിറ്റേന്ന് രാവിലെയും വണ്ടി ഇവിടെ എത്തുകയായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പോലീസുകാർ ആ ടയർ കീറി എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും വണ്ടി തിരിച്ചിവിടെ എത്തി. അപ്പോൾ എന്നിട്ടാണ് ഇവിടെ പ്രസാദമൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് പൂജിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അവിടെ കൊണ്ടുപോയിട്ട് ഇത് പൂജിട്ടിട്ട് പുള്ളിക്കാരന് കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഇദ്ദേഹം കോപിക്കും എന്നുള്ളതാണ് വിശ്വാസം. നമുക്കിവിടെ കാണാൻ വിശ്വാസികൾ, ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് പോകുന്നതൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്യാം. എത്രയോ പേര് ഇവിടെ വന്നിട്ട് പുള്ളിക്കാരന് മദ്യം കൊടുക്കുകയും പ്രതീക്ഷ ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഓം ബന്ന എന്ന് പറയുന്ന രാജ്പൂത് ഫാമിലിയാണ്. आप बाद ले बोतल पिए बता दे, मतलब 60 में आप ले जाओ कम लो. ये वो उसमें उस दिन उधर एक्सीडेंट हुआ था. बट यार झाड़ के नहीं ആ മരല്ലേ? हाँ भैया का नाम ओम सिंह राठौड़ है. हाँ सर. छोटीला है. आपको भी? पाली जिले लागे. आपको नाम? वहाँ का छोटीला है. മങ്കാ ചോട്ടില. അച്ഛാ, ധന്യവാദ്, ബഹുത് ധന്യവാദ്. നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. മദ്യം മണത്തിട്ട് അതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതും ഓരോ വെറൈറ്റിയുള്ള മദ്യം. മദ്യപാനികൾക്ക് കാണാൻ പറ്റൂല. കാരണം മദ്യം പുള്ളിക്കാരന് കൊടുക്കുന്ന ഒരു ദൃശ്യമാണ്. ഇപ്പോൾ മദ്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റൂല. എന്താണ് ഇയാളാണ് ഇവിടുത്തെ മെയിന്. ഇയാളെന്താ പോണ്? ഭക്ഷണത്തിന്റെ സമയമാണെന്ന് തോന്നുന്നു. അവസാനമായിട്ട് ഇവിടെ എന്താ കുപ്പി ബാക്കിയുണ്ടല്ലോ. ബാക്കി മദ്യം ഇവിടെ ഇരുന്നിട്ട് അടിക്കാം. അതിന് ആ ചെരുപ്പുണ്ട്, ചെരുപ്പ് ഭാഗ്യത്തിന് പോയിട്ടില്ല. ടൊവിനോ തോമസിന്റെ കിലോമീറ്റേഴ്സ് എന്നുള്ള മൂവിയിൽ ഈ സ്ഥലം ഉണ്ടല്ലേ? ഈ സ്ഥലമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ആ ബുള്ളറ്റ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ എന്തൊരു സീക്വൻസ് ഉണ്ട് അതിൽ. ഈ പിന്നിൽ കാണുന്ന ഹൈവേ, ഇതിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 24 മണിക്കൂറും ആളുകളായിരിക്കും. എല്ലാ സമയത്തും ആളുകളായിരിക്കും. ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കാണാതെ ആളുകൾക്കൊരു പഞ്ഞുമില്ല. ഇവിടെ ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയും പൂജിക്കുകയും പ്രതീക്ഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം വിശ്വാസം നിലകൊള്ളുന്ന ഇന്ത്യയിൽ ഉള്ളൊരു സ്ഥലമാണ് ബുള്ളറ്റ് ടെമ്പിൾ. സമയം കിട്ടുമ്പോൾ ബാബ
ഇതാണ് ജോധ്പൂർ ഹൈവേ. നിങ്ങൾക്ക് കാണാം ഇവിടെ വരുന്ന വണ്ടികളൊക്കെ. അങ്ങോട്ട് ബാലി, അതേപോലെ ആ സൈഡിക്ക് ജോധ്പൂര്. ആ ബൈക്ക് ഈ മരത്തിൽ ഇടിച്ചെന്നാ പറഞ്ഞത്. 1998 ഈ മരത്തിൽ ഇടിച്ചിട്ടാണ് അതേ ആക്സിഡന്റ് ആയത്. ഇത് പുതിയ മരമാണല്ലോ അല്ലേ? ഇതിൽ പറയപ്പെടുന്ന മറ്റൊരു കാര്യം, ഇതുവഴി പോകുന്നവർ ഇവിടെ നിർത്താതെ പ്രതിഷ്ഠിക്കാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഡേഞ്ചറസിലേക്ക് പോകുമെന്നാണ് മറ്റൊരു കഥയുണ്ട്. ഒരുപാട് കഥകളിൽ ഒരു കഥ അതുകൂടിയാണ്. മാത്രം ഉണ്ടാക്കിയ കഥയാണ്. അല്ലല്ല, വിശ്വാസം പ്രത്യേകത. ഹൈവേന്ന് അടുത്ത് തന്നെയാണ് ഹൈവേ. ഇവിടെ നേരെ ഇവിടെ മന്ദിരം വരുന്നുണ്ട്. ഒരു ക്രിമിനോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഇത് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ബുള്ളറ്റ് ആര് ഇവിടെ തിരിച്ച് ഇത്രയും ദൂരം കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യചിഹ്നം. എന്തായാലും അത് ചോദ്യചിഹ്നമായി മാത്രം കണക്കും. ചിഹ്നമായിട്ട് മാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അതിൻ്റെ സയന്റിഫികരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ അത് എപ്പോഴും. പക്ഷെ ഇത് കുറെ മുന്നേ നടന്നതല്ല. ഇത് 1998 നടന്നതാ. ഈ അടുത്ത് നടന്നതാ. നമ്മൾ ജനിക്കുന്നതിന് 2 വർഷം മുന്നേ നടന്നതാ. 2-3 വർഷം കൊറേ കാലം പഴക്കല്ല ഇൻസിഡന്റിന്. 22 വർഷമായില്ലേ. മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ. ഇവിടെ ഇതേപോലെ ഉദയപൂരിൽ വേറെ റോഡ് സൈഡിൽ ഇതേപോലെ ചെറിയൊരു വണ്ടി സെറ്റപ്പ്, അത് ഇതേപോലെ ആരാധിക്കേണ്ടതുണ്ട്. കാണത് ഫാമിലീസൊക്കെ ഇതുവഴി ഓരോ രാജസ്ഥാനിലെ പല മേഖലയിലേക്കും പോകുന്ന ആൾക്കാർ ഇവിടെ നിർത്തിയിട്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്നവരാണ് ഇതൊക്കെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങോട്ട് വരുന്ന എല്ലാ യുവാക്കളുടെ കയ്യിലും ഓരോ ബോട്ടിലുകൾ ഉണ്ടാവും. അത് പുള്ളിയുടെ ഒരു പ്രതിമ അവിടെ ഉണ്ട്. പുള്ളിക്ക് അത് കൊടുക്കുകയും പിന്നെ ബാക്കി അവർ കഴിക്കുന്ന ഒരു രൂപത്തിലാണ്. नाम क्या है आपको? तुमको नाम क्या है? विदेश। आपको हैं? कौन सा क्लास में पढ़ते हैं? पहली फर्स्ट क्लास। अच्छा, आप 5th। अच्छा, इधर दर्शन के लिए आए? हो गया? ഇതാണ് ജോധ്പൂർ പാലി ഹൈവേ. 1998 എനിക്കിപ്പോൾ പോകാൻ കഴിയുകയാണെങ്കിൽ മരണം വരെയുള്ള സത്യം, മരണം എന്തായാലും ഒരു സത്യമായിരിക്കും. അതിനപ്പുറമുള്ള ചരിത്രം ആണ് തിരുത്തേണ്ടത്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിക്കണേ. വള ഒക്കെ വളാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ജോധ്പൂരേക്ക് പോവാണ്. നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അനുഗ്രഹങ്ങൾ വാങ്ങാതെ ഇതുവരെ പോകുന്നവർക്ക് പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ ജോധ്പൂർക്ക് ബസ് ചാർജ് വരുന്നത് എത്ര? 60 രൂപ.